1957 കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാരിനെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ച അത്ഭുതമായാണ് ലോകം ഇപ്പോഴും നോക്കിക്കാണുന്നത്. അതിന് കാരണം സർക്കാർ എടുത്ത 2 വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ ഓർഡിനൻസും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലും ദേശീയ തലത്തിൽ തന്നെ ചർച്ചകൾക്ക് വഴിവെച്ചു. പാട്ടഭൂമികളിൽ നിന്നും കുടികിടപ്പുകളിൽ നിന്നും ഒരാളെയും ഇറക്കിവിടരുതെന്ന് നിർദ്ദേശിച്ച ഓർഡിനൻസ് കൊണ്ടുവന്ന മന്ത്രിസഭ പിന്നീട് ജന്മിക്കുടിയാൻ ബന്ധം തന്നെ ഇല്ലാതാക്കിയ മഹത്തായ ഭൂപരിഷ്കരണ നിയമവും പാസാക്കി. വൻകിട ഭൂമുടമകളിൽ നിന്നും ജന്മികളിൽ നിന്നുമുണ്ടായ ശക്തമായ എതിർപ്പുകൾ മറികടന്നാണ് 1959 ജൂണിൽ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത്. ഭൂപരിഷ്കരണ നിയമത്തിനൊപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ നൽകിയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചത്. അന്ന് നിലവിലുണ്ടായിരുന്ന 4000-ഓളം സ്വകാര്യ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് നിയമപരമായ പരിരക്ഷ നൽകിയ ബിൽ ഈ മേഖലയിൽ നിലനിന്ന യജമാന ഭൃത്യബന്ധം തന്നെ ഇല്ലാതാക്കി. ഒപ്പം സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസമടക്കമുള്ള പുരോഗമനാശയങ്ങൾ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിലൂടെ കേരളത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തി.